ഹായ്, എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? ഞമ്മക്കപ്പേ ഇന്നത്തെ അംഗവും പരിപാടിയൊക്കെ അങ്ങോട്ട് തുടങ്ങിയാലോ? ഇതാട്ടോ രാവിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വേഗം ചായക്കടീൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. കടി എന്തായാലും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കറി അങ്ങോട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ബൂരിയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുട്ടക്കറി തേങ്ങ അരക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ബൂരിയാണ്. ഞാൻ ഈ ബൂരി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ അയൽവക്കത്തുള്ള താത്ത ചോദിക്കും കേട്ടോ, എനിക്ക് പിന്നെ എളുപ്പപ്പണിയാണല്ലോ എന്ന്. എളുപ്പപ്പണി ആയതുകൊണ്ടല്ല കേട്ടോ, മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബൂരി. അവർക്കത് കിട്ടിയാൽ മതി കേട്ടോ, ചൂടോടെ അങ്ങ് ചുട്ട് കൊടുത്താലും. ഇനിയിപ്പോൾ അതല്ല ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം എന്താ പറയുക, ഒരു അടി കൂടും കേട്ടോ, അത് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരു വീട്ടിലും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ചധികം കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. ഇടക്കും തലക്കൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചോളും. പുരയിലിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ മക്കൾ. അപ്പോൾ പിന്നെ ഞാനിന്ന് ബൂരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കറിക്കുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും ഞാൻ എപ്പോൾ ചെയ്യണ പോലെ തന്നെ എന്താ പറയുക, മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേത് ഒരു 2 വിസിൽ വന്നേരം അതും അങ്ങോട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം ഇങ്ങനെ പറയട്ടെ, എളുപ്പപ്പണീൻ്റെ ഉസ്താദ് എന്നൊക്കെ പറയൂലേ, അങ്ങനെ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും. അങ്ങനെ എളുപ്പത്തിൻ്റെതായതുകൊണ്ടൊന്നല്ല കേട്ടോ, അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ പൂരി ആകുമ്പോൾ ചൂടോടെ കഴിക്കാനും രസമാണല്ലോ. അങ്ങനെ കേട്ടോ നമ്മൾ ഇത് വെന്തിട്ടുണ്ട്, തക്കാളി ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിങ്ങനെ വാട്ടി ഇതാക്കി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചിട്ട് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയും അതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്കുള്ള പൊടികളും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മുളകും പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുള്ള കറിയല്ല, തീരെ വറ്റിച്ചതും അല്ലാത്ത, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കറിയാക്കി എടുക്കൽ. അങ്ങനെ കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബൂരിക്കുള്ള മാവും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾ മദ്രസ വിട്ട് വരാനാവുമ്പം ചുടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ കടി ഉണ്ടാക്കുമ്പോഴാണ് നാളത്തേക്കുള്ള ഓർമ്മ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ വേഗം ഉഴുന്നും അരിയും ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. പിന്നെ നാളെ ഉഴുന്ന് ദോശ ഇട്ടിലോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർമ്മ വന്നപ്പോൾ അങ്ങോട്ട് ഇട്ട് വെച്ചതാണ്. ചിലപ്പോൾ ഓർമ്മയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേഗം വന്ന സമയത്ത് വേഗം അങ്ങോട്ട് ഇട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞിതാ കുട്ടികളൊക്കെ ഏകദേശം മദ്രസൊക്കെ വിട്ട് കുറേ മക്കളൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒരടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചാണ് ഇപ്പുറത്തുനിന്ന് വേഗം പൂരിയും ചുട്ടെടുക്കുകയാണ് കേട്ടോ. നാസിമോൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ ചൂടോടെ അങ്ങനെ ചുടുമ്പോൾ ഞാൻ ഓനക്ക് അങ്ങനെ കൊടുക്കും. മറ്റൊരു ഇനി മദ്രസ വിട്ട് വന്നേരെ പിന്നെ ഞാനും മക്കളും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങോട്ട് ചായ കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.